നേരത്തെ മുതൽ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം എൻ്റെ നിലപാട് അറിയിക്കാം എന്നതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേ തുടർന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ മാധ്യമങ്ങൾ എന്താണ് നിലപാട് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാം പറഞ്ഞ ഒരേ മറുപടി, നാളെ രാവിലെ മാധ്യമങ്ങളെ കാണാം, ആ സമയത്ത് എൻ്റെ നിലപാട് അറിയിക്കാം എന്നതാണ്. പക്ഷേ എന്നിട്ടും ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. നേരത്തെ നിലപാട് പറയാതിരുന്നത് ഇത്രയും ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയെ വീണ്ടും പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം സന്നദ്ധമാകില്ല എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ ഇടതുപക്ഷം അദ്ദേഹത്തെ തന്നെ വീണ്ടും പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന നിലയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നില്ല. കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് കേവലം ഇടതുപക്ഷത്തെ മാത്രം ആവശ്യമല്ല. വലതുപക്ഷത്തുള്ള ആളുകൾ പോലും ഇടതുപക്ഷം കേരളത്തിൽ തകരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരായി നിലവിലുണ്ട്.
പക്ഷെ പയ്യന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഒരു ഇടതുപക്ഷക്കാരനായി ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ഇടതുപക്ഷക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിൻ്റെ സമീപനമാണ് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് രക്തസാക്ഷി ഫണ്ട് അപഹരിക്കാൻ സാധിക്കുക? രക്തസാക്ഷികൾ എന്നത് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ജീവൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളവരാണ്. അങ്ങനെ നൽകിയവരുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്ന നിലയിലാണ് രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിന് എല്ലാ കാലത്തും ഇടതുപക്ഷം സന്നദ്ധമായിട്ടുള്ളത്. അങ്ങനെ പിരിച്ച ഫണ്ടിൽ പോലും വെട്ടിപ്പ് നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് ഇടതുപക്ഷക്കാരനായി അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനായി, ഇടതുപക്ഷ നിലപാടുള്ള ഒരാളായി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ഇടതുപക്ഷത്തെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ മാഫിയ സംഘങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന നിലപാടാണ് കുറച്ചു കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാഫിയ സംഘത്തിൻ്റെ കൈകളിൽ നിന്ന് പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ രക്ഷിച്ചെടുക്കുക എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ ലക്ഷ്യമായി കാണുകയാണ്. ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ പയ്യന്നൂർ മണ്ഡലത്തിലുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4.5 കൊല്ലത്തിലധികം പാർട്ടിക്കകത്തുന്നയിച്ച് പരിഹാരം കാണാൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് പരസ്യമായി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടി നിർബന്ധിതമായത്, പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ നവമാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണമൊഴുക്കിക്കൊണ്ടുള്ള കെട്ടുകാഴ്ചകൾ സംഘടിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം പിരിച്ച് ആർഭാടം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. എങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെലവുകളെല്ലാം വരുന്നതാണ്. അതെന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ അത് നിർവഹിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലേക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേവരെ അറിയിച്ചിട്ടില്ല.
പിന്തുണക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിൽ ചിലയിടത്തെല്ലാം അത്തരം നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് എന്നോ UDF എന്നുള്ള അല്ല, മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷത്ത് പോലും വലിയ വിഭാഗം ജനങ്ങൾ LDF എന്ന രീതിയിൽ പിന്തുണക്കില്ലെങ്കിലും LDFിനകത്ത വലിയ വിഭാഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പിന്തുണക്കാൻ സന്നദ്ധമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ നിലയിലുള്ള ബന്ധപ്പെടലുകളാണ് ഒട്ടേറെ ആളുകൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ എല്ലാവരുടെയും പിന്തുണ എൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നത് മാത്രമേ ഉള്ളൂ. മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ സ്വീകരിക്കും. ഒരു മുന്നണിയുടെയും ഭാഗമായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ നിങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തെ റദ്ദാക്കുന്ന ഒരു സംഭവമായിട്ട് മാറില്ലേ? നിങ്ങൾ മറ്റുള്ളവരുടെ BJP അതുപോലെ തന്നെ UDFന്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ BJPയുടെയും UDFന്റെയും പിന്തുണ സ്വീകരിക്കുമെന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അതെ, പിന്തുണ സ്വീകരിക്കും എന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം എന്നതാണ്. UDFനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് അറിയില്ല, അത് അവർ പറയേണ്ട കാര്യമാണ് എന്നതാണ്. ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാനത്തിൽ പോകുമ്പോൾ എന്തിനുകൂടിയായിരുന്നു നിൽക്കുക? അങ്ങനെ പിന്തുണ നൽകുന്ന സാഹചര്യം വേണ്ടേ? അത് അതിന് ശേഷമുള്ള കാര്യമല്ലേ? ഇടതുപക്ഷം പരാജയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതെ, അത് അതിന് ശേഷമുള്ള കാര്യമല്ലേ? ആ കാര്യത്തെ സംബന്ധിച്ച് ആ സമയത്ത് ആലോചിച്ച് നിലപാട് അറിയിക്കാം എന്നതാണ്. ഞാനിതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ സന്നദ്ധമായിട്ടുള്ളത്. പയ്യന്നൂരിലെ പാർട്ടിയെ ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. ഈ ഇടതുപക്ഷത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ഈ ഇടതുപക്ഷത്തെ തകർക്കും. അതുകൊണ്ട് അതിനെതിരായി ഒരു വിധിയെഴുത്ത് പയ്യന്നൂരിലുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലുപരിയായി ഒരു സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കരുതുന്നേയില്ല. അതുകൊണ്ട് ജയിച്ചാൽ എന്ത് നിലപാട് എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്. ഞാൻ എന്തിനു മത്സരിക്കുന്നു എന്ന കാര്യം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ സന്നദ്ധമാകുക എന്നതാണ് ഞാൻ കരുതുന്നത്. മറ്റാര് പിന്തുണക്കുന്നു എന്നത് സാധാരണഗതിയിൽ നോക്കേണ്ട കാര്യമില്ല. മറ്റ് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്. സമാനമായ വിഷയങ്ങൾ UDFലും അതുപോലെ തന്നെ പയ്യന്നൂരിലെ UDFലും അതുപോലെ തന്നെ BJPയിലും സമാനമായ ഫണ്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ വാർത്തയുമായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സർവ്വസ്വതന്ത്രനായിട്ട് ഞാൻ മത്സരിക്കുന്നു, ഇവരുടെ ആരുടെയും പിന്തുണ വേണ്ട എന്നൊരു നിലപാട് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ജനങ്ങളുടെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ BJPയുടെയോ കോൺഗ്രസിന്റെയോ UDFന്റെയോ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ മുമ്പിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മത്സരിക്കുന്നത് ആ ജനങ്ങളാണ്.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി എഴുതേണ്ടത് അവരോടാണ് എൻ്റെ അഭ്യർത്ഥന. ഈ യുഡിഎഫ് സ്ഥാനാർത്ഥിയൊന്നും നിർത്താതെ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് പറയാൻ കഴിയില്ല, അത് അവരുടെ നിലപാടാണ്. ഈ കാരയുടെ ഒരു സ്ട്രാറ്റജിയാണോ ഉന്നയിച്ചേണ്ട പ്രതീക്ഷിക്കുന്നത്? കാരയില് വൈശാഖ് മത്സരിച്ച സമയത്ത് അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, UDF-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, BJP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുടെയും പല പാർട്ടികളുടെയും വോട്ട് മാറിയിട്ട് അവിടെ വൈശാഖ് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ആണോ കുഞ്ഞുകൃഷ്ണേട്ടൻ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി പരസ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നടത്തേണ്ടുന്ന കാര്യമാണ്. അത് ആരെങ്കിലും സ്ട്രാറ്റജി പരസ്യപ്പെടുത്തിയിട്ട് പ്രവർത്തനം നടത്താറുണ്ടോ? ഏതാണ്ട് 1,00,000 വോട്ടുള്ള ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. CPM അത്രയും സ്ട്രോങ് ഹോൾഡാണ് കണ്ണൂർ ജില്ലയിൽ. അപ്പൊ പാർട്ടിക്കാരുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഉള്ളിൽ കൂടെയെങ്കിലും കിട്ടണമല്ലോ. അപ്പൊ ആ നിലയിൽ ഏതെങ്കിലും കൂട്ടായ്മകളോ സംഘടനകളോ രൂപീകരിച്ചായിരിക്കും പോവുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റക്കുള്ള ഒരു പ്രവർത്തനമാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കും. ഒരു കാര്യം കൂടി ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നുന്നു. അതായത് കുഞ്ഞിഷേട്ടന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികളുണ്ട്, പാർട്ടി അല്ലാത്തവരുണ്ട്, പാർട്ടിയുള്ളവരുണ്ട്. അപ്പം ജയിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിയാണത്. എങ്കിൽ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലേക്ക് ഇപ്പൊ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു MLA അത്തരത്തിലേക്ക് പോകുമോ, അത് സ്വതന്ത്രമായിട്ട് തന്നെ നിയമസഭയിൽ ഇരിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി സ്പഷ്ടമാക്കി കൂടെ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ജയിച്ചതിന് ശേഷം പറയേണ്ടുന്ന കാര്യമാണ്. ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വോട്ടെണ്ണി എല്ലാവരും ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ 5 or 8 ആള് മത്സരിക്കുന്നുണ്ട് എങ്കിൽ ആ 8 പേരും ജയിക്കാനാണ് മത്സരിക്കുന്നത്. പക്ഷെ ഒരാൾ മാത്രമേ ജയിക്കൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ജയിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാര്യത്തെ സംബന്ധിച്ച് മുൻകൂട്ടി പറയേണ്ടുന്ന ഒരു കാര്യമില്ല. അത് ജയിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാം. ജനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ നിലപാട് സ്വീകരിക്കുന്ന ഒരാള് MLA ആയിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഉന്നയിച്ച കാര്യങ്ങളുടെ മുഴുവൻ ഒരു വിട്ടുവീഴ്ചക്ക് വഴങ്ങി എന്നുള്ളതല്ലേ നിങ്ങൾ വരുക? അത് ഞാൻ ജനങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും എല്ലാ വോട്ടർമാർക്കും എത്തിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അതിൻ്റെ ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. താങ്കളുടെ പറഞ്ഞ ആശയത്തോട് ആരൊക്കെ കൂടെ നിൽക്കുന്നവരുണ്ടാകും എന്നുള്ളത്, അങ്ങനെ വരുമ്പോൾ അതിന് എത്രത്തോളം വിജയ സാധ്യതയുണ്ട് താങ്കളുടെ? വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിനിടയിൽ വലിയ നിലയിൽ അഭിപ്രായങ്ങളുണ്ട്. നിലവിലുള്ള MLA തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പറയാൻ സന്നദ്ധമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് നിന്ന് തന്നെ വലിയ നിലയിലുള്ള വോട്ട് സമാഹരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മത്സരിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ എൻ്റെ നിലപാട് പറയൂ എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. TA മധുസൂദനൊഴികെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ വന്നിരുന്നതെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരുന്നില്ല. മധുസൂദനോട് ഒരു വിരോധം എനിക്കില്ല. കാരണം എനിക്ക് പ്രശ്നാധിഷ്ഠിതമാണ് എൻ്റെ വിഷയം. എന്താണ് വിഷയമെന്നത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാധ്യമ സമ്മേളനങ്ങളിലെല്ലാം ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്.